പോളേട്ടൻ്റെ 100ാമത്തെ മാരത്തൺ എന്ന് പറയുന്നത് ഒരു ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പറയാമോ? ഞാൻ എൻ്റെ 100ാമത്തെ മാരത്തൺ ഓടിയത് ഞാൻ എൻ്റെ ഫസ്റ്റ് മാരത്തൺ ഓടിയ അതേ ഡേറ്റിൽ ഫസ്റ്റ് മാരത്തൺ ഓടിയ അതേ കോഴ്സിൽ ആണ് 100ാമത്തെ ഓടിയത്. അതൊരു വലിയ ഒരു ഈവൻറ്റ് പോലെ തന്നെ ആയിരുന്നു. ഏകദേശം 300 റണ്ണേഴ്സ് എന്നോടൊപ്പം ഓടാണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആ റണ്ണേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ച് എനിക്ക് അന്ന് ഞാൻ വളരെ വികാരഭരിതനായിരുന്നു. 300 പേരൊക്കെ ഒരുമിച്ച് ഓടാൻ വരിക എന്ന് പറഞ്ഞൊക്കെ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കൂടെ ഓടാൻ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അത് ഞാൻ ശരിക്കും ആഘോഷിച്ച് ആനന്ദിച്ച ഒരു ഈവൻ്റായിരുന്നു. പോളേട്ടാ, നമ്മൾ ഓടുന്ന സമയത്ത് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് വേണം ഓടണമെങ്കിൽ. ആ ഒരു എൻജോയ് ചെയ്ത് ഓടിയ ആ ഒരു ഇവൻ്റ് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ച് പറയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഓടിയത് അതൊരു ഈവൻ്റ് ആയിരുന്നില്ല. എൻ്റെ 62ാമത്തെ ബർത്ത്ഡേ ഞാൻ 62 മൈൽ, അതായത് 100 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ആ ബർത്ത്ഡേ ആഘോഷിച്ചത്. ആ ഒരു 100 കിലോമീറ്റർ ഓട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനായിരുന്നു. പ്രത്യേകിച്ച് സോൾസിൻ്റെ ഒരുപാട് മെമ്പേഴ്സ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ അതാണ്. പോളേട്ടന് ഇപ്പോൾ 71 വയസ്സാവാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലും ഈ പറയുന്ന ഫുൾ മാരത്തൺ, ഹാഫ് മാരത്തൺ, അൾട്രാ മാരത്തൺ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് ഒരു പൊതുവായ ഒരു വർത്തമാനം ഉണ്ടല്ലോ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതായത് ആ പ്രായം വെറും ഒരു അക്കമാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രൂവ് ചെയ്യുക, തെളിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ തെളിയിച്ച് കൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രായത്തിൽ എനിക്ക് ഓടാൻ ഉള്ള ഒരു പ്രചോദനം അത് തന്നെയാണ്. പോളേട്ടാ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും അഡ്വൈസ്, മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ഏതൊക്കെ ലെവലിലെത്തിയാലും, നമ്മൾ എവിടെ എന്തൊക്കെ നേടിയാലും, നമ്മുടെ ജീവിതം സംതൃപ്തമാകണമെങ്കിൽ, സന്തോഷപ്രദമാകണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകണം. അതോടൊപ്പം ആരോഗ്യമുള്ള ഒരു മനസ്സും ഉണ്ടാകണം. അതല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷപ്രദമല്ല. അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പോഷകാഹാരം കഴിച്ചുകൊണ്ട് മാത്രമായി ലഭിക്കുന്ന ഒന്നല്ല. എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സർസൈസ് ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് അത് അത്യാവശ്യമാണ്. നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരെ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യായാമം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് പോളേട്ടാ. താങ്ക് യു വെരി മച്ച്.